എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഉച്ചതിരിഞ്ഞ സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കാണ്. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ക്യാരറ്റ് ഇഷ്ടമല്ലെങ്കിലും ഈ ഒരു കേക്ക് തയ്യാറാക്കി കൊടുത്താൽ അവരും കഴിച്ചോളും. ക്യാരറ്റിൻ്റെ സ്മെല്ലൊന്നും ഇതിൽ വരില്ല കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. എന്നും ചെയ്യുന്ന പോലെ ആദ്യം നമുക്ക് ഏതെങ്കിലും ഒരു പാത്രം, സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ ഏതായാലും മതി, കുറച്ച് ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. തരി മതി കേട്ടോ, കൂടുതലായി കഴിഞ്ഞാൽ സൈഡൊക്കെ മൊരിഞ്ഞ് വരും. അപ്പോൾ ചെറുതായിട്ടൊന്ന് തടവി കൊടുക്കുക, എന്നിട്ട് താഴെ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ബട്ടർ പേപ്പർ വീട്ടിൽ തയ്യാറാക്കുക എന്നൊക്കെ ഒരു വീഡിയോ തന്നെ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവരൊക്കെ കണ്ടു നോക്കുക. സാധാരണ ഒരു വെള്ള പേപ്പറിൽ ഓയിൽ തടവിയാൽ നമുക്ക് ബട്ടർ പേപ്പറായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അതൊന്ന് അടിയിൽ വയ്ക്കുക. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം, അടിയിൽ ഒട്ടും പിടിക്കില്ല കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് നമ്മുടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ചേർക്കണമെങ്കിൽ അതാണ് കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഗോതമ്പിൻ്റെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഗോതമ്പ് എടുക്കുക, മൈദ വേണമെന്നുള്ളവർക്ക് മൈദ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഗോതമ്പ് പൊടി ആകുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെ തരി പോലെ വരും, അത് കളയണം കേട്ടോ. ഇനി ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.25 ഗ്ലാസ് പഞ്ചസാര എടുക്കുക, എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ആ ഒരു സെയിം ജാറിലേക്ക് തന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ലേശം വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ തൊലി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴും നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ മഞ്ഞ കളറുള്ള ഭാഗം മാത്രമേ അങ്ങനെ ചെയ്യുമ്പോൾ ചേർക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ ഞാൻ അതും നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച പഞ്ചസാരയില്ലേ, അത് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ചിടുക, ഒന്ന് അടിക്കുക, പിന്നെയും കുറച്ചിടുക, അങ്ങനെ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊരു ക്രീമി ടെക്സ്ചറിൽ ഇതിനെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ആ ഒരു മുട്ടയുടെ മിക്സ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ആ മിക്സിയിൽ നമുക്ക് ക്യാരറ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഒരു കൈയിൻ്റെയൊക്കെ നീളം ഉണ്ടാവില്ലേ, കൈപ്പത്തീൻ്റെയൊക്കെ ആ ഒരു നീളത്തിലുള്ള 2 എണ്ണം. എൻ്റെ ഇപ്പോൾ ഒരെണ്ണം വലുതുമാണ്, ഒരെണ്ണം ചെറുതുമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. വല്ലാണ്ട് അങ്ങോട്ട് വലുതെടുക്കാതിരുന്നാൽ മതി. ഒരു 2 ക്യാരറ്റ് ഇതിലേക്ക് ഞാൻ അടിക്കാനായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് അടിക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് ഓയിലാണ്. അപ്പോൾ നമുക്ക് ഈ കേക്കിൽ ചേർക്കാനുള്ള 1/2 ഗ്ലാസ് ഓയിൽ ഈ ഒരു ക്യാരറ്റിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യണത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തോളൂ കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അരച്ചിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ മുട്ടയുടെ ആ ഒരു മിക്സ് എടുക്കുക, പിന്നെ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് ചേർക്കുക, പിന്നെ ഈ ക്യാരറ്റിൻ്റെ മിക്സും കൂടെ ചേർക്കുക. അങ്ങനെ കുറേശ്ശെ എല്ലാത്തിൽ നിന്ന് ഇട്ടിട്ട് പതുക്കെ ഒരേ ഡയറക്ഷനിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ഗോതമ്പ് പൊടിയും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടാവണം. അപ്പോഴല്ലേ നമ്മളിതെല്ലാം ചെയ്ത് വരുമ്പോഴേക്കത് ചൂടായിട്ട് വരുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കുക്കറോ നോൺ സ്റ്റിക്ക് പാനോ ഏതാണെന്നുണ്ടെങ്കിൽ അത് ചൂടാക്കാൻ വയ്ക്കുക. ഞാനിപ്പോൾ എൻ്റെ കട്ടിയുള്ള ചീനച്ചട്ടി ആയതുകൊണ്ട് അതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. താഴെ ഒരു തട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് കേക്കിൻ്റെ പാത്രം വെക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ ബാക്കിയുള്ള മിക്സും കൂടെ ഇതിൽ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ഓവർ മിക്സ് ചെയ്യരുത് കേട്ടോ, പാകത്തിന് മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഇതിൽ ചേർക്കാം. അപ്പോൾ കറക്റ്റ് നല്ലൊരു പൊന്തി വരും കേക്ക്, നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഇല്ലെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്താലും മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ഈ കേക്കിൽ ചേർത്താൽ മതി, ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1.5 ടീസ്പൂൺ വിനാഗിരിയും കൂടെ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്തായാലും ഞാനിപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മിക്സ് പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്യണം, അതുപോലെ ഒന്ന് സ്ക്യൂർ വെച്ചൊന്ന് ഇളക്കിയും കൊടുക്കണം. എന്നിട്ട് നമുക്കത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ എയർ ബബിൾസ് ഒട്ടും ഉണ്ടാവില്ല, എല്ലാം തന്നെ പോകും കേട്ടോ.
ഇപ്പോൾ ദേ നമ്മുടെ ചീനച്ചട്ടി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതിലൊരു തട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ പാത്രത്തിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൂടി ടൈറ്റായിട്ട് ഇരിക്കണം, അത് നിർബന്ധമാണ്. എന്തെങ്കിലും ഒരു വെയിറ്റ് മുകളിൽ വെച്ച് കൊടുത്താലും മതി, ഇടയിൽ കൂടെ ആവി പുറത്തോട്ട് പോകരുത്. അപ്പോൾ പോകണമെങ്കിൽ എന്തെങ്കിലും ടവിൽ സൈഡിൽ വെച്ച് കൊടുത്താലും മതി. കേക്ക് ബേക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു പഴയ പാത്രം ഇതുപോലെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും നമുക്ക് അതിൽ തന്നെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ആദ്യത്തെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 35 മിനിറ്റോളം ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ബേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു പരന്ന പാത്രത്തിലാണെങ്കിൽ വേഗം കേക്ക് ബേക്കാവും. ഞാനിപ്പോൾ കുറച്ച് കുഴിയുള്ള പാത്രം എടുത്തുകൊണ്ട് കുറച്ച് അധികം ടൈം എടുക്കുന്നതാണ്. ഞാനിതിപ്പോൾ കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ക്യൂർ നല്ല ക്ലീൻ ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഞാനിതിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പുറത്തോട്ട് എടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ കേക്ക് തണുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ നിന്നൊക്കെ ഒന്ന് കത്തി വെച്ച് വെടിയിപ്പിച്ചിട്ട് നമുക്കിത് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ ഉള്ളതുകൊണ്ട് പിന്നെ അടിയിലൊന്നും പിടിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ബട്ടർ പേപ്പർ ഇടണമെന്ന് പറയണത്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ നല്ല നീറ്റായിട്ട് അടിഭാഗം കിട്ടണമെങ്കിൽ ബട്ടർ പേപ്പർ ഇടുക തന്നെ വേണം. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുകയില്ല. അതായത് ആ ഒരു ക്യാരറ്റിൻ്റെ പച്ച സ്മെല്ലൊന്നുമില്ല ഇതിന്. ഒരു പ്രാവശ്യം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഇതുപോലത്തെ സൂപ്പർ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ട് നോക്കാം. കണ്ടില്ലേ, നല്ല കറക്റ്റ് ടെക്സ്ചറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കാണിത്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ക്രീമോ ഒന്നും ഇതിന് ആവശ്യമില്ല. നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ക്യാരറ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളല്ലേ, ഇത്ര പെട്ടെന്ന് നമ്മൾ മിക്സിയിലൊക്കെ ഒന്ന് തിരിച്ചെടുത്ത് ഉണ്ടാക്കിയതാണ് ഈ കേക്ക്. അപ്പോൾ ബേക്കിംഗ് പൗഡറൊക്കെ ഒന്ന് വേണമെന്ന് മാത്രമേ ഉള്ളൂ, പാല് പോലും ഇതിന് വേണ്ട. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡ് സമയം കിട്ടുമ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് അതൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ പഴയ ടീഷർട്ട് ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള 2 അടിപൊളി ഐഡിയാസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം പേരൊന്നും കണ്ടിട്ടില്ല. അത് കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. നാളെ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്